ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ആണോ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയവരാണോ, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണോ എന്നറിയാനുള്ള ഒരു 6-7 യഥാർത്ഥ സൂചനകൾ അല്ലെങ്കിൽ സയൻസിനെ കുറിച്ചാണ് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറയുന്നത് വളരെയധികം നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു രീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാർമിക്സിനെയോ സോൾമേറ്റ്സിനെയോ അല്ലെങ്കിൽ കാർമിക് സോൾമേറ്റ്സിനെ കുറിച്ചോ ഒന്നും അത്രത്തോളം ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ സന്തോഷിക്കുകയും സമാധാനിക്കുകയും ചെയ്യേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു മഹാസാമ്രാജ്യത്തിൽ ഈശ്വരൻ്റെ ആ പാദങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പൂർണ്ണ അവകാശം നേടിയെടുത്ത ഒരു സോളാണ് എന്ന് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അറിയുക. അങ്ങനെ അത്രത്തോളം ഒരു അവകാശം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി ലെവൽസുമായിട്ട്, കാർമിക്സുമായിട്ട്, സോൾമേറ്റ്സുമായിട്ട്, അങ്ങനത്തെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട്, നമ്മളുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളും അതിൽ അധിഷ്ഠിതമായിരിക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് തുണി കഴുകി ഡ്രെയിൻ ചെയ്ത് വെളിയിലിറങ്ങുന്നത് പോലെ ആ സോളിന് അത്രത്തോളം പ്യൂരിഫിക്കേഷൻ വന്നാലേ ഈശ്വരന് ആ സാമ്രാജ്യത്തിൽ ഈശ്വരൻ്റെ അടുത്തിരുത്താനും ആ സോളിലൂടെ ഈശ്വരൻ ഈ ഭൂമിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മളെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് വിഷമിക്കരുത്. അതിൻ്റെ ആ ടണലിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് അറ്റത്ത് ഒരു വലിയ വെളിച്ചമുണ്ടെന്നും ആ വെളിച്ചത്തിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് നമ്മളിലൂടെ ഈശ്വരൻ ഒരുപാട് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു കാലം കൂടി നിങ്ങളുടെ മുന്നിലെത്തും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക, സമാധാനിക്കുക. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഒരു സോള് 2 ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ യൂണിയൻ എന്ന് മാത്രമല്ല, അതിൻ്റെ പല പല വേർഷനായിട്ടുള്ള, അതായത് എംപാത്സ് അല്ലെങ്കിൽ ചോസൺ വൺസ് അല്ലെങ്കിൽ സ്റ്റാർ സീഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലർ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഭൂമിയിൽ ഓരോരുത്തർക്ക് ഓരോ കാറ്റഗറിയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത് പോലെ നമ്മളുടെ സ്പിരിച്വൽ വേൾഡിൽ അല്ലെങ്കിൽ ഡിവൈൻ റലത്തിൽ ആ സോളിന് ഒരുപാട് കാറ്റഗറി ആയിട്ട് തിരിച്ച് അത്രത്തോളം പരിശുദ്ധമാക്കിക്കൊണ്ട് ബിഗ് പർപ്പസ്, ബിഗ് പ്ലാൻ ഈശ്വരന് നിങ്ങളിലൂടെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉള്ള ആളുകളിൽ ഈശ്വരനുള്ള ആ ഒരു ദൗത്യം. അപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ആ ഒരു സൂചന എന്ന് പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അപ്പോൾ ഇത്രയും വലിച്ചു നീട്ടി ഈ വാക്ക് പറയുന്നതിന് നമ്മൾ എപ്പോഴും സുലഭമായി അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അതിൻ്റെ കൂടെ നിൽക്കുന്ന, അതായത് ഈഗോ ഡെത്ത്. അപ്പോൾ നമ്മളുടെ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ചു വീണ കാലം മുതലേ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത് കേൾക്കരുത്, ഇത് ചെയ്താൽ മതി, അവരെ ബഹുമാനിക്കണം, ഇവരെ ഒരുപാട് ബഹുമാനിക്കണം, അവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, ഇങ്ങനെ ജീവിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, എല്ലാം പറയുന്നത് കേൾക്കണം എന്നുള്ള രീതിയിൽ നമ്മളിൽ തന്നെ മെനഞ്ഞു കൂട്ടിയിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേണിസം അല്ലെങ്കിൽ ഭയത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ മോൾഡ് ചെയ്ത് നമ്മളുടെ ഉള്ളിലൊരു വലിയ പർവ്വതം പോലെ കെട്ടിമെനഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ഒന്നാണ് ഈഗോ. അപ്പോൾ വലിയ മഹാന്മാർ പറയുന്നത് ലെറ്റ് ഈ ബി ഗോ
എന്ന് പറയുന്ന ആ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥമായ സത്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് ഇമ്പോസിബിളായിട്ട് ഒന്നുമില്ല. എന്നെ ഒന്നിനും പിടിച്ചു നിർത്താൻ കഴിയില്ല. എൻ്റെ കോൺഫിഡൻസ് എത്രയുണ്ടെന്നോ എൻ്റെ മൂല്യം എത്രയാണെന്നോ ഞാൻ ആരാണെന്നോ ഒക്കെ തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത് യു ആർ അൺസ്റ്റോപ്പബിൾ അല്ലെങ്കിൽ ഐ ആം അൺസ്റ്റോപ്പബിൾ എന്നൊരു നിലപാടിലേക്ക് ഈഗോ ഡെത്ത് സംഭവിച്ച ഒരു ആൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈഗോ ഡെത്ത് സംഭവിക്കാതിരിക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അയ്യോ അതെന്താ എന്നെ കാണാൻ കൊള്ളാത്ത, എന്നെ കാണാനൊക്കെ കൊള്ളാം, എന്നാലും എന്തായിരിക്കും അവരങ്ങനെ പറഞ്ഞ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഓവർ തിങ്ക് ചെയ്യുകയും ഇമോഷൻസിനെ ഹൈ ആക്കുകയും നമ്മൾ പോസിറ്റിവിറ്റി എല്ലാം കുറഞ്ഞ് നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയും എപ്പോൾ എന്ത് കാര്യം ചെയ്താലും ഈ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയും. ഈഗോ ഡെത്ത് സംഭവിച്ച ഒരാളുടെ മുന്നിലേക്ക് നിങ്ങളെ കാണാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ എന്നെ കാണാനാണ് ഏറ്റവും സൗന്ദര്യം, കാരണം ഞാൻ ഈശ്വരൻ്റെ കുഞ്ഞാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത് രണ്ടും രണ്ട് തലമാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചു. നിങ്ങളുടെ സോളിന് അത്രത്തോളം പ്യൂരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ എല്ലാം കടത്തിക്കൊണ്ടുപോയി നിങ്ങളുടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വൂൺസും ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റവും ഭയവും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന അതിനെ ഒന്ന് ഷേക്ക് ചെയ്ത് മൊത്തത്തിനെ എല്ലാം ഹീൽ ചെയ്ത് പർച്ച് ചെയ്ത് ആ സോളിനെ ഒരു വെള്ളാരം കല്ല് പോലെ പരിശുദ്ധമാക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുന്നതാണ് ഈഗോ ഡെത്ത് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയവരാണ്, അല്ലെങ്കിൽ കടന്നു പോകുന്നവരാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനറിയാം എന്ത്, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്നവരാണ്. ചുറ്റിനും നിൽക്കുന്നവരെല്ലാം വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള 3D പ്ലാറ്റ്ഫോമിൽ ജീവിക്കുമ്പോൾ നമ്മൾ 100,000 ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരികയും ഒന്നിനും ഉത്തരം കിട്ടാതെ വളരെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നമ്മളിങ്ങനെ എന്തിനെയോ തേടി ഇങ്ങനെ ചോദ്യങ്ങൾ അതിന് ഉത്തരം തേടി 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 ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ, ഒരുപാട് യൂണിവേഴ്സ് സൈൻ തരുമ്പം ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ, ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കടന്നു പോയവരാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയുള്ള സംശയങ്ങൾ. മറ്റെല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ 3D പ്ലാറ്റ്ഫോമിൽ ജീവിക്കുമ്പോൾ എനിക്കെന്തേ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരുന്നു, എനിക്ക് സന്തോഷിക്കാൻ വയ്യ, ചിരിക്കാൻ വയ്യ, ആരോടും തുറന്ന് പറയാൻ വയ്യ, വളരെ കൺഫ്യൂഷൻ, നമുക്ക് ഒന്നും പറയാൻ പറ്റാതെ രാത്രിയിൽ ആരും കാണാതെ വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരവസ്ഥ, ഈശ്വരൻ്റെ അടുത്ത് പറയുമ്പോഴും ഈശ്വരനോട് ചോദിക്കുമ്പോഴും ആദ്യമൊന്നും ഉത്തരം കിട്ടാത്ത അവസ്ഥ, യൂണിവേഴ്സ് പല പല സൈൻ തരുമ്പം ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ, മറ്റുള്ളവരോട് വീട്ടിൽ വന്നായാലും നമ്മളുടെ രക്ഷാകർത്താക്കളോട് പോലും ഇതൊന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ഡൗട്ട് ആവുന്നൊരു രീതി, ഞാൻ ട്വിൻ ഫ്ലെയിം ആണോ, അതോ അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ, അതോ ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ ആണോ എന്നൊക്കെ നമ്മളോട് തന്നെ നമുക്ക് സംശയം തോന്നുന്ന അല്ലെങ്കിൽ ഡൗട്ട് തോന്നുന്ന ഒരവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയവരാണ്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇനി അടുത്തൊരു സൂചന എന്ന് പറഞ്ഞാൽ ഈ 3 പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ശാരീരികമായി തോന്നുന്ന ഒരുപാട് അസ്വസ്ഥതകൾ, പെയിനായിട്ടുള്ളത്, ഉറക്കമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമുക്ക് വീർപ്പുമുട്ടൽ, സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു ഫംഗ്ഷന് പോകണം എന്ന് വെച്ചാലും 10 ആളുകളെ കാണുമ്പോൾ അവരുടെ നിന്ന് മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാനാണ് ഇഷ്ടം, ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തന്നെ ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം കിട്ടാത്ത ഒരു നിലപാടിലേക്ക് ഒക്കെ എത്തിച്ചേർന്ന് എല്ലാം നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള രീതിയിൽ ഒക്കെ ആവുന്ന സമയത്ത് മരണത്തിനെ വരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന, നമ്മളുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മെറ്റാഫിസിക്കൽ ആക്ഷനിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യുന്ന ഒരു രീതി. മെറ്റാഫിസിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്നത് എന്ന് പറയുമ്പോൾ അത് ബോഡി, മൈൻഡ്, സോൾ എന്ന് പറയുന്ന 3 എണ്ണം ചേർന്നിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മളുടെ ശരീരം,
പിന്നെ മനസ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓൺ ഓഫ് പൊസിഷനിൽ നിൽക്കുന്ന ഒന്ന്, അതായത് ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത, അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ എനിക്ക് വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്ന രണ്ട് ഉത്തരം കിട്ടുന്ന ഒന്നാണ് മൈൻഡ്. ഈ മൈൻഡിൽ നിന്ന് നമ്മൾ ഒരു നൂലിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ നൂലിൻ്റെ ആ ഒരു ചരട് മുറിച്ച് വിട്ടാൽ അത് അങ്ങ് ചെല്ല് നിൽക്കുന്നത് നമ്മളുടെ സോളിലേക്കാണ്. പക്ഷേ നമുക്ക് നടക്കാൻ പറ്റില്ല, കുറച്ച് ദൂരം കഴിയുമ്പോൾ ആ നാട അവിടെ ബ്രേക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് 100 പേരെ എടുത്താൽ 95% ആൾക്കാരും നമ്മളുടെ ഈ ഉത്തരവാദിത്തങ്ങളിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇങ്ങനെ കടന്ന് ചുറ്റിക്കറങ്ങി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരൊരു തെറ്റ് ചെയ്തതിന് ശേഷം അയ്യോ ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് അടുത്തടുത്തടുത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ മനസ്സിൽ ഒരു 75 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീരുമ്പോൾ പിന്നെ നമുക്ക് ഈശ്വരൻ്റെ പാതയിലേക്ക് പോകാം എന്നുള്ളൊരു നിലപാടിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ആളുകളും, എന്നാൽ ബാക്കി ഈ 5 ആളുകൾ അല്ലെങ്കിൽ 5% ആളുകൾ ഈ മനസ്സ് എന്ന് പറയുന്നതിൽ നിന്ന് സോളിലേക്ക് ഒരു നാട വലിച്ചു കെട്ടിയതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് പോയ ആ ഭാഗങ്ങളെ തുന്നിച്ചേർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സോൾ എന്ന് പറയുന്ന ഒരു ജുവലായിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ആ ആത്മാവിലേക്കുള്ള ആ യാത്ര എന്ന് പറയുന്നത് ആ ഒരു നാടയെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെറ്റാഫിസിക്കൽ ആക്ഷനാണ്. 1 മെഡിറ്റേഷൻ, 2 റെക്കി ഹീലിംഗ്, അല്ലെങ്കിൽ സാധനകൾ, അല്ലെങ്കിൽ മന്ത്രജപങ്ങൾ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ സപ്താഹമൊക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മളുടെ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, അല്ലെങ്കിൽ പുരാണങ്ങളെല്ലാം നമ്മളെടുത്ത് വെച്ച് എല്ലാ ദിവസവും വായിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈൻ റലവുമായിട്ട് ജപമാലയൊക്കെ വെച്ചിട്ട് ഏഞ്ചൽസ്, ആർക്കേഞ്ചൽസ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പ്രയർ ചെയ്യുക. ഈ പ്രോസസ്സ് എല്ലാം മെറ്റാഫിസിക്കൽ ആക്ഷനാണ്. അതായത് മനസ്സ് എന്ന് പറയുന്ന ഈ 2 സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒന്നിനെ നമ്മളുടെ സോളിലേക്ക് നടന്നു പോകാനുള്ള ഒരു പാത്താണ് ഈ മെറ്റാഫിസിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങ് ചെന്ന് അവിടെ സോളിൽ ചെല്ലുമ്പോൾ സോളിന് ഇങ്ങനെ 2 പൊസിഷനില്ല, 2 ഉത്തരവില്ല, എല്ലാം 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്വിൻ ഫ്ലെയിമിലൂടെ ജേണിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ ഈ സഹിക്കാൻ പറ്റാത്ത ഈ വേദനകൾ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എല്ലാം ഔട്ട് ഓഫ് കൺട്രോളിലായി പോകുന്ന സമയത്ത് നമ്മൾ ഈ മെറ്റാഫിസിക്കൽ ആക്ഷൻ ഏതെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു സമാധാനത്തിന് വേണ്ടി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രോസസ്സ് ഏതിലെങ്കിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, മെഡിറ്റേഷനോ റെക്കി ഹീലിങ്ങോ അങ്ങനെ ഈ പറഞ്ഞ എന്തിലൂടെയെങ്കിലുമൊക്കെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിമാണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ കടന്നു പോവുക അല്ലെങ്കിൽ കടന്നു പോയവരാണ്. ഇനിയുള്ളൊരു സൂചന എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കനിങ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ ചെന്ന് യാത്ര ചെയ്യാനായിട്ട് നിന്നാലും, ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിൻക്രണസിറ്റി എല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരിക. ആദ്യം ഒന്നും കണ്ടാലും നമുക്കൊന്നും മനസ്സിലാവത്തില്ല സാധാരണ, കാരണം നമ്മൾ മനുഷ്യനാണ്. നമ്മുടെ കുഞ്ഞു കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് ഫീൽ ചെയ്യുന്നതിൻ്റെയും 1000 മടങ്ങായിട്ട് യൂണിവേഴ്സിൽ ഇതൊക്കെ കാണാം. അപ്പം നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവില്ല. അപ്പം പിന്നെയും നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഏഞ്ചൽ നമ്പേഴ്സ് 1111 അല്ലെങ്കിൽ 111 അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 2222 3333 555 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് എല്ലാം, അല്ലെങ്കിൽ സിൻക്രണസിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരേപോലത്തെ 2 ബേർഡ്സ് ഇരിക്കുക, അങ്ങനെ പ്രകൃതി നമ്മളോട്, യൂണിവേഴ്സ് നമ്മളോട് സ്പീക്ക് ചെയ്യുമ്പം ആദ്യമൊന്നും മനസ്സിലാവാത്തതും പിന്നെ നമ്മളെ വിളിച്ചിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന രീതിയിലൊക്കെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതും നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ്, ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോവുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൂചനകൾ തന്നതിന് ശേഷം ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ സ്പിരിച്വൽ അവേക്കനിങ്, കുണ്ടലിനി അവേക്കനിങ് അല്ല ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ അവേക്കനിങ്, അതായത് നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ റെക്കി ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് മെറ്റാഫിസിക്കൽ ആക്ഷൻസ് എല്ലാം ചെയ്ത് നമ്മളുടെ ഉള്ളിൽ ഒരു അനുഭവം ഉണ്ടാവുക. അതായത് അങ്ങ് ദൂരെ ഒരിടത്ത് എനിക്ക് എന്തോ ഒന്ന് തേടി അങ്ങ് എത്തിയാൽ അവിടെ ഒരു വെളിച്ചമുണ്ട്, എനിക്കിതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഞാൻ തേടുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം കിട്ടുന്ന
ഒരു വെളിച്ചം ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു അവബോധം ഉണ്ടാവുക. അതെല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കുന്നവർക്കുണ്ടാവില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈശ്വരൻ്റെ സാമ്രാജ്യത്തിലെ ഒരു ഇരിക്കാൻ ഉള്ള അല്ലെങ്കിൽ അവിടെ വസിക്കാനുള്ള ഒരു അവകാശം ഉള്ള സോൾ ആയതുകൊണ്ടാണ് നമുക്കിതിലൂടെ എല്ലാം കടന്നുപോയി നമുക്ക് ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് കിട്ടുന്നത്. പിന്നെ നമ്മൾ അതിലേക്കങ്ങ് സറണ്ടർ ആയിക്കൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നെ മുന്നോട്ട് നയിക്കണം, എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, ഈശ്വരൻ്റെ കുഞ്ഞാണ് ഞാൻ, എന്നെ തന്നെ ഇതെല്ലാം ആത്മസമർപ്പണം ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ സമയം ഈ മെറ്റാഫിസിക്കൽ ആക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും സമയവും അത്രയും ക്ഷമയും അത്രയും ഈശ്വരനിൽ വിശ്വാസവും ഒക്കെ കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി ബ്ലോക്കേജസ് എല്ലാം മാറിക്കിട്ടിക്കൊണ്ട് ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആയിക്കൊണ്ട് കുണ്ടലിനി അവേക്കനിങ് നടക്കും. ചിലപ്പോൾ നടക്കില്ല, എന്നാലും സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ വന്നിട്ട് നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൂചനകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൂചനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിമാണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലെങ്കിൽ കടന്ന് പോയവരാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറയുന്നത് പോലെ ഈ വീഡിയോ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഇത് കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇത് ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് വലിയ പ്രയോജനകരമാകും എന്നുള്ളത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അറിയുന്ന ആളുകൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി.